വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ തലമുറയിൽ ഏറ്റവും അധികമായി ചാഞ്ചാടി നടക്കുന്ന മനുഷ്യർ. മക്കളെയോ ഭാര്യയെക്കുറിച്ച് ബോധമില്ലാതെ, കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, അവർക്ക് അവരെ രക്ഷിക്കാൻ കഴിയാതെ വണ്ണം ചാഞ്ചാടി നടക്കുന്നു. ചില ആൾക്കാരൊക്കെ വന്ന് സ്വമേധയാ കീഴടങ്ങുകയാണ്. ഞങ്ങൾ ഇതിൽ നിന്നൊന്ന് രക്ഷിക്ക്, ഞങ്ങൾ ഇതിനടിമയായിപ്പോയി. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിൻ്റെ പിന്നിലൊരു സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഈവിൾ സ്പിരിറ്റ്. അതിനെ നേരിടാൻ ദൈവത്തിനെ കഴിയുകയുള്ളൂ, ദൈവ മനുഷ്യർക്കേ കഴിയുകയുള്ളൂ. ബാക്കി നമുക്ക് ചികിത്സകളൊക്കെ കൊടുക്കുന്നുണ്ട്, അതും ദൈവം തന്നെ വെച്ചതാണ്. ആശ്വാസവും സ്വസ്ഥതയും കുടുംബങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ഈ വീഞ്ഞ് ഏതാണ്, മദ്യം ഏതാണ്? ബൈബിളാണ് പുസ്തകം. ആത്മീയം ലഹരിയായ മനുഷ്യർ, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന മനുഷ്യർ. ആത്മീയം നൽകിയത് എന്തിനാണ്? വചനം നൽകിയത് എന്തിനാണ്? പ്രാർത്ഥന എന്തിനാണ്? കൂട്ടായ്മ എന്തിനാണ്? പോട്ടെ, ദൈവം തൻ്റെ പുത്രനെ തന്നെ യാഗം കഴിച്ചത് എന്തിനാണ്? ജ്ഞാനിയാകാൻ. മനുഷ്യൻ ജ്ഞാനിയായി ദൈവത്തെ സന്തോഷിപ്പിക്കാൻ. പക്ഷേ ഇതൊരു മദ്യം പോലെ ലഹരിയായി, വീഞ്ഞുപോലെ ഒരു പരിഹാസിയായി, മറ്റുള്ളവരെ എല്ലാവരെയും കുറച്ച് കാണുകയും ഞങ്ങൾ മേന്മക്കാരെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ലഹരിയായി മാറി. അതുകൊണ്ട് പ്രയോജനമില്ല. അവരും ജ്ഞാനിയല്ല, മറ്റുള്ളവരെയും രക്ഷിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് യേശു പറഞ്ഞത്, കുരുടനെ നടത്തിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴുകയില്ലയോ? അപ്പം മതമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് യേശുവിനെയാണ് വേണ്ടത്. ഓരോ മനുഷ്യന് വേണ്ടിയും മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തില്ല, മുഖം മറച്ചില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കയത്രേ ചെയ്തത്. ആർക്കും വരാം. നിങ്ങൾ എത്ര കൊടിയ പാപിയാണെന്ന് നിങ്ങളുടെ മനസാക്ഷി തന്നെ നിങ്ങളെ കുറ്റം വിധിക്കുന്നെങ്കിലും വരിക, യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. അക്ഷരത്തെ വെല്ലുന്ന ഒരു ശക്തി, ഒരു ആത്മശക്തി അനുഭവിക്കാം. പാപത്തിൽ നിന്നും, എല്ലാത്തരം തിന്മകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും രക്ഷ നേടാം. ശരിയായ ഭക്തിയിലേക്ക്, ആ മാർഗത്തിലേക്ക്, ജീവനിലേക്ക്, ദൈവജീവനിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. അടിമയല്ല പിന്നെ നിങ്ങൾ, ഉടമയാണ്. വിക്ടിമല്ല നിങ്ങൾ, വിക്ടറാണ്.